ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. കേരളത്തിലെ ഏറ്റവും വലിയ ശ്രീകൃഷ്ണ വിഗ്രഹമുള്ളൊരു ക്ഷേത്രം, കേരളത്തിലെ പ്രസിദ്ധമായ 5 ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ വളരെ പ്രാധാന്യമുള്ളൊരു ക്ഷേത്രം, പത്തനംതിട്ട ജില്ലയിലെ പച്ചപ്പുകളാൽ സമൃദ്ധമായ ആറന്മുള എന്ന മനോഹര പ്രദേശത്തെ പുണ്യനദിയായ പമ്പാ നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന ആറന്മുള വള്ളസദ്യയ്ക്ക് പേരുകേട്ട പ്രസിദ്ധമായ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം. ചതുർബാഹുവും പരമാത്മാവുമായ മഹാവിഷ്ണുവിന്റെ രൂപത്തിലെ ശ്രീകൃഷ്ണ പരമാത്മാവാണ് ഇവിടത്തെ പ്രധാന പ്രതിഷ്ഠ. ശ്രീകൃഷ്ണൻ തന്റെ ഭക്തനായ അർജുനന് വിശ്വരൂപം കാണിച്ചു കൊടുക്കുന്ന സങ്കല്പത്തിൽ 6 അടിയോളം ഉയരം വരുന്ന വിഗ്രഹമാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഭഗവാനെ ഒരു മാത്ര കാണാൻ ആയിരങ്ങളാണ് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് എത്തുന്നത്. ഭഗവാന്റെ പുണ്യദർശനം ലഭിച്ചു കഴിഞ്ഞാൽ ആ നേരം മുതൽ ഭഗവാന്റെ ദാസനായി മാറുകയാണ് ഇവിടെ വരുന്ന ഓരോ ഭക്തരും. അഷ്ടമിരോഹിണി ദിവസം ഇവിടെ നടക്കുന്ന ആറന്മുള വള്ളസദ്യ ഗിന്നസ് വേൾഡ് റെക്കോർഡ് വരെ നേടിയതാണ്. 10,000ങ്ങളാണ് അന്നത്തെ ആറന്മുള വള്ളസദ്യയിൽ പങ്കെടുക്കുന്നതും ശ്രീകൃഷ്ണ ഭഗവാൻ ശിവേലിക്ക് എഴുന്നള്ളി ആ മനോഹര കാഴ്ച കാണുന്നതുമൊക്കെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ അനന്തമായൊരു കാഴ്ചാനുഭവം തന്നെയാണ്. ഈ ക്ഷേത്രം ആറന്മുള വള്ളസദ്യയ്ക്കും വള്ളംകളിക്കും വള്ളപ്പാട്ടിനും പ്രസിദ്ധമാണ്. ഭക്തനോട് അത്രയ്ക്കും ഇണങ്ങി നിൽക്കുന്നൊരു ദേവതയാണ് ആറന്മുളയിൽ കുടികൊള്ളുന്നത്. ഈ ക്ഷേത്രം ആദ്യം പണിതത് നിലയ്ക്കലിൽ എന്നാണ് വിശ്വാസം. പിന്നീട് നിലയ്ക്കലിൽ നിന്നും 6 മുളക്കഷ്ണങ്ങൾ കൊണ്ട് നിർമ്മിച്ച ചങ്ങാടത്തിൽ ഇവിടേക്ക് കൊണ്ടുവരികയും പ്രതിഷ്ഠിക്കുകയുമായിരുന്നു. അതിനാലാണ് 6 മുളക്കഷ്ണങ്ങൾ എന്നർത്ഥം വരുന്ന ആറന്മുള എന്ന പേരിവിടെ ലഭിച്ചത്. ഒരു വർഷത്തിൽ 45 ദിവസത്തിലധികം ആട്ടവിശേഷങ്ങൾ നടക്കുന്നൊരു ക്ഷേത്രമാണ്. അതിനാൽ അത്രയുമധികം ശക്തിയുള്ളൊരു ദേവതയാണ് ആറന്മുളയിൽ കുടികൊള്ളുന്നത്. പഞ്ചപാണ്ഡവരിൽ അർജുനനാൽ പ്രതിഷ്ഠിക്കപ്പെട്ടൊരു ക്ഷേത്രമെന്നും യുദ്ധക്കളത്തിൽ നിരായുധനായ കർണനെ കൊന്നതിനുള്ള പാപം നീക്കുന്നതിനായി അർജുനൻ പ്രതിഷ്ഠിച്ച ക്ഷേത്രവും എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഗുരുവായൂരിൽ ചതുർബാഹുവായ വിഷ്ണുവിനെ നമ്മൾ ശ്രീകൃഷ്ണനായി ആരാധിക്കുന്നത് പോലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലും ശംഖ് ചക്ര ഗദ പത്മവുമേന്തിയ വിഷ്ണുവിന്റെ പ്രതിഷ്ഠയാണെങ്കിലും പാർത്ഥന്റെ സാരഥിയായി നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ ചൈതന്യത്തെയാണ് ഭക്തർ ഇവിടെ ദർശിക്കുന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രവും ആറന്മുള വള്ളംകളിയും തമ്മിലുള്ള ബന്ധമെന്തെന്നാൽ നിലയ്ക്കലിൽ നിന്നും 6 മുള കെട്ടി ഭഗവാനെ ഇവിടെ കൊണ്ടുവന്നതിന്റെ ഓർമ്മയ്ക്കായാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത്. ഓരോ വള്ളങ്ങളെയും പള്ളിയോടങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. പള്ളിയോടങ്ങൾ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഭഗവാൻ എഴുന്നള്ളി വരുന്ന സങ്കല്പമാണുള്ളത്. അതിനാൽ വരുന്ന ഓരോ പള്ളിയോടങ്ങളെയും ആചാരവിധി പ്രകാരം അനുഷ്ഠാനങ്ങളോടെ സ്വീകരിച്ച് വള്ളസദ്യയിലേക്ക്. ഇവിടത്തെ തിരുവോണത്തോണിയും വളരെ പ്രസിദ്ധമാണ്. കുമാരനെല്ലൂരിൽ നിന്നും തിരുവോണ വിഭവങ്ങളെല്ലാം കയറ്റി തലേ ദിവസം അവിടുന്ന് യാത്ര തുടങ്ങി അതിരാവിലെ വടക്കേ നടയിലെ കടവിൽ വരികയും സാധനങ്ങളെല്ലാം അകത്തേക്ക് എഴുന്നള്ളിക്കുകയും അവിടുന്ന് കൊണ്ടുവരുന്ന ദീപം അകത്ത് ഭഗവാനെ തെളിയിക്കുകയും ചെയ്യുന്നു. പിന്നീട് ഈ ദീപത്തിൽ നിന്നാണ് അടുത്ത ഒരു വർഷത്തേക്ക് നാളങ്ങൾ തെളിയുന്നത്. അതുപോലെ തന്നെ മുൻകാലങ്ങളിലെ ഇവിടത്തെ തേച്ചുകുളി സൽസന്താന ലബ്ധിക്കും രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാനായി കൊച്ചുകുട്ടികളെ ഇവിടെ എണ്ണ തേച്ച് ഇവിടെ കൊണ്ടുവരികയും ഇവിടത്തെ കടവിൽ കുളിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാ വർഷവും ശബരിമലയിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനായി തങ്കയങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ആരംഭിക്കുന്നതും ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്നാണ്. വടക്കേ ഗോപുരത്തിലെ 57 പടിക്കെട്ടുകളും ആനക്കൊട്ടിലിനരികെ 160 അടി ഉയരം വരുന്ന കേരളത്തിലെ ഏറ്റവും വലിയ കൊടിമരവും ചതുരാകൃതിയിലുള്ള ചുറ്റമ്പലവും ചിത്രപ്പണികളാൽ വൃത്താകൃതിയിലുള്ള ശ്രീകോവിലുമെല്ലാം ആറന്മുളയിലെ മനോഹരമായ കാഴ്ചയാണ്. ഗണപതി, അയ്യപ്പൻ, ശിവൻ, നാഗങ്ങൾ, ഭഗവതി, ബാലഭദ്രസ്വാമി എന്നീ പ്രതിഷ്ഠകളും ഇവിടെയുണ്ട്. ക്ഷേത്രനിരപ്പിൽ നിന്നും 18 അടി താഴെയുള്ള ബലരാമനും പരമശിവനും ഗണപതിയുമുള്ള
മറ്റൊരു കോവിലും ഇവിടെ കാണാൻ കഴിയും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ജനുവരി 11 മുതൽ 20 വരെയാണ് ഇവിടത്തെ ഉത്സവ മാമാങ്കം ആരംഭിക്കുന്നത്.